ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കേരള സിലബസിലെ 5th സ്റ്റാൻഡേർഡ് 5ാം ക്ലാസ്സിലെ മെഷർമാറ്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്, അളവ് കണക്ക്. ആ ചാപ്റ്ററിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. ഫസ്റ്റ് ചോദ്യം എന്താണ്? റൈറ്റ് ദ ഡെസിമൽ ഫോംസ് ഓഫ് 3 meters and 45 centimeters. അങ്ങനെ കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ തന്ന കണക്കുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ തന്ന യൂണിറ്റ്സിനൊക്കെ നമുക്ക് ഡെസിമൽ ദശാംശ രൂപത്തിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോ ദശാംശ രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ അതിന്റെ യൂണിറ്റ് പഠിച്ചിരിക്കണല്ലോ, അല്ലെ? അപ്പൊ യൂണിറ്റ് നമ്മൾ അവിടെ ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എന്തൊക്കെ പഠിച്ചു? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ. അപ്പൊ 1 സെന്റിമീറ്റർ എത്ര മീറ്റർ ആയിരിക്കും? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് ഇനി ആ 1 സെന്റിമീറ്ററിന് മീറ്റർ ആക്കാൻ നമ്മൾ അപ്പൊ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഹരിച്ചാൽ അത് എന്തായി മാറും? മീറ്റർ ആയി മാറും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണെന്ന് പഠിച്ചു. ഈ യൂണിറ്റ് നമ്മൾ ലെന്തിൽ പഠിച്ചിട്ടുണ്ട്. ഇത് നീളം അളക്കാനൊക്കെ നമ്മൾ ഇത് പഠിച്ചു. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്? ഇവിടെ കൺവേർട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ 3 മീറ്ററും 45 സെന്റിമീറ്റർ ദശാംശ രൂപത്തിൽ എഴുതണം. അപ്പൊ 3 മീറ്റർ പിന്നെ 3 മീറ്റർ തന്നെ പ്ലസ് എന്ത് നമുക്ക് ആഡ് ചെയ്യണം? 45 സെന്റിമീറ്റർ. 45 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 45/100 മീറ്റർ ആണ്. ഓക്കെ. അപ്പൊ 45/100 നമുക്ക് ഇവിടെ ഹരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 3 + 45/100 താഴെ 2 0 ആണെങ്കിൽ മുകളില് ദശാംശം കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ 2 സംഖ്യ. സോ 3.45 മീറ്റർ എന്ന് കിട്ടും. ഹരിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. താഴെ 0 ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി രണ്ടാമത്തെ ചോദ്യം. 7 ലിറ്റർ 7 liters and 125 milliliters. അപ്പൊ ഇവിടെ അളവ് ആയിരുന്നു, ലെന്ത് ആയിരുന്നു മീറ്റർ സെന്റിമീറ്ററും. ഇവിടെ എന്താണ്? ലിറ്റേഴ്സ് ആൻഡ് മില്ലിലിറ്റേഴ്സ്. ഇവിടെ വോളിയാണ്, അല്ലെ? അപ്പോ വ്യാപ്താണ്. അപ്പൊ 7 ലിറ്ററും 125 മില്ലിലിറ്ററിന് നമുക്കൊന്ന് എന്ത് ദശാംശ രൂപമായിട്ട് എഴുതണം. സോ അതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് പഠിച്ചിട്ടുണ്ട്. 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആണ്? 1000 മില്ലി ലിറ്റർ ആണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാല് അതിൽ 1 ലിറ്റർ പാൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ ആ പാലൊക്കെ എത്രയായിരിക്കും? 1 ലിറ്റർ 1000 ml ഉണ്ടാവുമായിരുന്നു. ഓക്കെ. 1000 ml എന്ന് പറഞ്ഞാലും 1 ലിറ്റർ ആണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1000 ml ആണ്. ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഉള്ളത് ഓൾറെഡി 7 ലിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ 7 പ്ലസ് ഇനി നോക്കി നോക്കൂ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml ആണ്, അല്ലെ? അപ്പൊ 1 ml എന്ന് പറഞ്ഞാല് നമുക്ക് ആ ലിറ്റർക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഇവിടെ 125നെ നമ്മൾ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 1000 കൊണ്ട് ഹരിച്ചാൽ മതി. ഈ 1000 കൊണ്ട് ഹരിക്കുമ്പോ താഴെ എത്ര 0 വന്നു? 3 0. അപ്പൊ 7.3 0 ആണെങ്കിൽ ദശാംശ സംഖ്യ കഴിഞ്ഞാൽ 3 ഡിജിറ്റ് വരും, അല്ലെ? സംഖ്യകൾ 1 2 3. അപ്പൊ 7.125 കിട്ടും. ഓക്കെ. ഇത്രയും ലിറ്റേഴ്സ്. ഓക്കെ. ഇനി നെക്സ്റ്റ് 5 കിലോഗ്രാം ആൻഡ് 275 grams. അപ്പൊ ഇവിടെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്റ്. കിലോഗ്രാം ഗ്രാമിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം എത്ര ഗ്രാം ആണ്? 1000 ഗ്രാം ആണ്. അപ്പൊ 1 കിലോഗ്രാം തന്നാൽ അതിനെ കിലോഗ്രാം ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. അപ്പൊ kg കിട്ടുമല്ലോ. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5 + 275 ഗ്രാം ആണ്. അപ്പൊ അത് കിലോഗ്രാം ആവണമെങ്കിൽ 1000 കൊണ്ട് ഹരിക്കുക. സോ ഇവിടെ താഴെ 3 0. സോ പോയിന്റ് ദശാംശ സംഖ്യ കഴിഞ്ഞാൽ 3 സംഖ്യ ഉണ്ടാവും. അപ്പൊ 5.275 കിലോഗ്രാം. ഓക്കെ. അപ്പോ ഈ ഒരു യൂണിറ്റ് നമ്മൾ പഠിച്ചിരിക്കും. യൂണിറ്റ് പഠിച്ചാൽ മാത്രമേ ഈ കൺവേർഷൻ എന്താണ് പോസിബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഇനി അടുത്ത എന്താണ്? 12 millimeter.
12 millimeter. അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മില്ലിമീറ്റർ മാത്രം മതി നമുക്ക്, മറ്റ് വേറെ ഒന്നും ഇവിടെ തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1000 മീറ്റർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 12 divided by 1000 millimeter. ഇനി ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, താഴെ എത്ര പൂജ്യമുണ്ട്? 1 2 3. എത്ര പൂജ്യമുണ്ട്? 1 2 3. അപ്പോ ദശാംശ സംഖ്യ പോയിന്റ് കഴിഞ്ഞാൽ 1 2 3 3 സംഖ്യ ഇവിടെ ഉണ്ടാവണം ഉറപ്പാണ്. നമ്മളെ കയ്യിൽ ആകെ 1 2 രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോ മറ്റേ സംഖ്യ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തിട്ട് കൊടുക്കുക? ഇവിടെ പിന്നെ ഓൾറെഡി 0 ഉണ്ട്, 0 ഇട്ട് കൊടുക്കുക. അപ്പോ എത്ര ഇതായി? ആയി, എത്ര മീറ്റർ ആയി? 0.012 ആയി. ഓക്കെ, ഇത് നമ്മൾ മീറ്ററിക്കാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. 0.012 മീറ്റർ എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് വൺ എന്താണ് അവിടെ പറയുന്നത്? എ ലെങ്ത് ഓഫ് 1 മീറ്റർ 15 സെന്റിമീറ്റർ ആൻഡ് 6 millimeter. അപ്പൊ ഇവിടെ നമ്മൾ സെന്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു അല്ലെ. അപ്പൊ നമുക്കൊന്ന് ഡയറക്റ്റ് ചെയ്ത് നോക്കാം. 1 മീറ്റർ ഉണ്ട്, 15 സെന്റിമീറ്റർ. നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോ ഇതിനെ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി. പ്ലസ് 6 മില്ലിമീറ്റർ. നമ്മൾ ഇപ്പൊ പഠിച്ചു 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 mm ആണ്. അപ്പോ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? 1000 കൊണ്ട് ഹരിക്കാം അല്ലേ. അപ്പോ 1 പ്ലസ് ഇവിടെ എത്ര വരും? 0.15. എന്താ 0.15 വരാൻ കാരണം? താഴെ 2 പോയിന്റ്. ഇനി ഇവിടെ എത്ര പോയിന്റ് ആണ്? എത്ര പൂജ്യമാണ്? 1000. അപ്പോ 0.006 അല്ലെ. പോയിന്റ് കഴിഞ്ഞാൽ 100 സംഖ്യ. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റും എഴുതാം. എങ്ങനെ എഴുതാം? ഇനി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1.156. കാരണം എന്താണ്? ഇത് 1/1000, 1000ന്റെ സ്ഥാനാണ്, ഇത് 100ന്റെ സ്ഥാനാണ്, മറ്റേത് എന്താണ്? 10ന്റെ സ്ഥാനാണ്. ഓക്കെ, 1/10ന്റെ സ്ഥാനാണ്. അപ്പൊ 1/10ന്റെ സ്ഥാനത്ത് നമുക്ക് വേറെ ഒന്നുമില്ല. സോ ഇവിടെ 15 എന്തായിരിക്കും? 0.15 ആയി. ഇനി ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എത്രയാണ്? 1.156 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ആ ചാപ്റ്ററിൽ ഇതേപോലെ തന്നെ യൂണിറ്റ് കൺവേർഷൻ. പക്ഷേ നമ്മൾ യൂണിറ്റ് പഠിച്ചല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ കൺവേർഷൻ പോസിബിൾ അല്ല. മില്ലിമീറ്ററും മീറ്ററും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, മനസ്സിലാക്കിയിട്ട് പഠിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാണ്ട് ബാക്കി ടോപ്പിക് വെച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.